ശവം തീനികൾ, ഒരു വക്കീൽ ഗുമസ്തന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഒരു അപകടമരണമുണ്ടാകുമ്പോൾ ശവന്തീനി കഴുകന്മാരെ പോലെ പറന്നെടുക്കുന്ന നിരവധി പേരുണ്ട്. അപകടത്തിൽ അന്താളിച്ചു നിൽക്കുന്നവർക്ക് ആ സമയം ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. ആക്സിഡന്റ് ആൻഡ് ട്രോമ കെയർ സംവിധാനമുള്ള ആശുപത്രികളുടെ PROമാർ, ആംബുലൻസുകാർ, ഇപ്രകാരം അപകടത്തിൽപ്പെട്ട രോഗികളെ പ്രവേശിപ്പിച്ച ആശുപത്രികളിൽ നിന്നും പൊക്കിക്കൊണ്ടുപോകുന്ന സംവിധാനങ്ങളും ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കണം. പോളിട്രോമ കേസുകൾ ലഭിച്ചാൽ ന്യൂറോ സർജറി, മൾട്ടിപ്പിൾ ഫ്രാക്ചറുകൾ, ജനറൽ സർജറികളടക്കം കുറഞ്ഞത് ഒരു 10-25 ലക്ഷം മുതൽ അതിന് മുകളിലോട്ട് വരെ ബില്ലിംഗ് സാധ്യത ഇത്തരം കേസുകളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ചെറുപ്പക്കാരായ രോഗികൾ ബ്രെയിൻ ഡെത്ത് ആയാൽ വലിയ ബിൽ തുക മാതാപിതാക്കളോട് അടയ്ക്കുവാൻ ആവശ്യപ്പെടും. അപ്പോൾ അവരുടെ നിസ്സഹായത അറിയിക്കും. അപ്പോൾ അവരോട് തിരിച്ചൊരു ഉപാധി പറയും, നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ അവയവങ്ങൾ ഞങ്ങൾക്ക് തരിക, നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്ന്. ആ ബില്ലക്കൊണ്ടും ഞങ്ങൾ ഇളവ് ചെയ്തു തരാം എന്ന്. മറ്റൊരു നിർവാഹമില്ലാതെ മാതാപിതാക്കൾ അവയവദാനത്തിന് സമ്മതിക്കും. ഈ അവയവങ്ങൾക്ക് കോടികൾ നൽകി മേടിക്കുവാനുള്ള ആവശ്യക്കാർ ക്യൂവിലുണ്ടാവും എന്ന് മനസ്സിലാക്കുക. അടുത്ത ദിവസം ആശുപത്രി അതും ഒരു PR ആക്കി മാധ്യമങ്ങളിൽ നൽകും. സന്തോഷിന്റെ ഹൃദയം ഇനി ബഷീറിന്റെ ജീവന് തുടിപ്പേകും എന്ന്. അതിന് പിന്നിലുള്ള കച്ചവടമെല്ലാം ഈ PR-ൽ അലിഞ്ഞു പോകും. ഇത്തരം അവയവ കച്ചവടത്തിന്റെ ഏജന്റായ ഒരു നോബിളായ ഡോക്ടർ തിരുവനന്തപുരത്തുണ്ട്. ഇന്ന് ITV ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത് MACT കേസുകൾ അഥവാ മോട്ടോർ ആക്സിഡന്റ് കേസുകൾ പിടിക്കുവാൻ എന്ത് നെറുകെട്ട മാർഗങ്ങളും സ്വീകരിക്കുന്ന ഒരു മാഫിയ ഗാങ്ങിനെ കുറിച്ചാണ്. വക്കീലും വക്കീൽ ഗുമസ്തന്മാരും ഏജന്റുമാരും പോലീസുകാരും എല്ലാം അടങ്ങുന്ന ഒരു വലിയ ശൃംഖല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. മരണപ്പെട്ടവരുടെ രക്തത്തിന് കണക്ക് പറഞ്ഞ് അവരുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും കാശ് പുറപ്പെടുന്നു. പ്രതിമാസം കോടികളാണ് MACT ക്ലെയിമുകളായി ഇവിടെ നൽകുന്നത്. ഈ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചും തട്ടിപ്പുകളെക്കുറിച്ചും ഒരു വക്കീൽ ഗുമസ്തൻ ഞങ്ങളോട് വെളിപ്പെടുത്തിയത് കേൾക്കുക. അദ്ദേഹത്തിന്റെ സുരക്ഷയെ കരുതി ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പുറത്തുവിടുന്നില്ല. ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു, PG മനു എന്ന് പറഞ്ഞിട്ടുള്ള വക്കീലിന്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒന്ന് സാറായിട്ട് ഷെയർ ചെയ്യാച്ചിട്ട് വിളിച്ചതാണ്. ഞാനൊരു വക്കീൽ ഗുമസ്തനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. കാര്യമായിട്ടുള്ള വരുമാന ശമ്പളമൊന്നുമില്ല, കുറെ കാലമായി ചെയ്യുന്നു. ഒരു വീട് വെച്ചു, 2 കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തി, അത്ര തന്നെ ഉള്ളൂ. എന്നാൽ എന്റെ കൂടെ പണിയെടുത്തിരുന്ന പല വക്കീൽമാരും ഗുമസ്തന്മാരും ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ചു. സ്വന്തമായിട്ട് കോഴിക്കോട് ഫ്ലാറ്റ് ഉള്ളവരുണ്ട്. അങ്ങനെ വക്കീൽ ഗുമസ്തന്മാരടക്കം ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിമിന് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ MACT. ഇപ്പൊ ഏറ്റവും അടുത്തുണ്ടായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 പിള്ളേർ ഇവിടെ ആക്സിഡന്റിൽ മരിച്ചു. അപ്പോൾ ഇത് സാധാരണ വക്കീൽമാർ ചെയ്യുന്നത് 10% ഫീസ് വാങ്ങിയിട്ട് ഇനി ചിലപ്പോൾ അറിയുന്നവരാണെങ്കിൽ അത് 8% ഫീസ് ആക്കും. അങ്ങനെയൊക്കെയാണ്. കാരണം അത് ചിലപ്പോൾ 30 ലക്ഷം 50 ലക്ഷം ഒക്കെ വിധി കിട്ടും. 25-30 വയസ്സിന്റെ ചോടുള്ള ഒരു പയ്യൻ മരിക്കുകയാണെങ്കിൽ അവന്റെ തൊഴിലും വരുമാനം അല്ലെങ്കിൽ ഭാവി ഡിപ്പെൻഡൻസിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് കോടതി വിധിയാക്കുക. അപ്പൊ അതൊന്ന് 8% കിട്ടിയാൽ തന്നെ വലിയ പൈസയാണ്. അത് 10 വാങ്ങുന്നവരുണ്ട്, 12 വാങ്ങുന്നവരുണ്ട്. ഇവിടെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി ഈ മലപ്പുറം ജില്ലയുടെ ചങ്ങരംകുളം തൃശ്ശൂർ ജില്ലയുടെ ഒരു അതിർത്തി പ്രദേശമാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയാണെങ്കിലും കേസ് ഒക്കെ അധികം നമ്മുടെ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുക കടവല്ലൂര്, തൃശ്ശൂർ ജില്ല, കുന്നംകുള ഭാഗത്ത് വെച്ചിട്ടൊക്കെയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള കുറച്ച് വക്കീൽമാരും ഏജൻസി ഈ ഭാഗത്ത് വരികയാണ്. വന്നിട്ട് ഇവര് പോലീസ് സ്റ്റേഷനിലെല്ലാം വലിയ പൈസ ഇവര് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരിക്കും. പോലീസ് തന്നെ ഇവർക്ക് റെക്കമെൻഡ് ചെയ്യും, പോലീസ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യും. ഈ കക്ഷികൾ ഈ കേസ് ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അയൽവാസിയോ ബന്ധുവോ സുഹൃത്തായിട്ടുള്ള ഒരു വക്കീലിനെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോലീസ് തന്നെ അവരെ ഭീഷണിപ്പെടുത്തും. കാരണം പോലീസിന് ഒരാൾ മരിച്ച ഒരു ഡെത്ത് കേസ് ഈ പറഞ്ഞ വക്കീൽമാരെ ഏൽപ്പിച്ചു കൊടുത്താൽ 50,000 30,000, കാരണം 15-10 ലക്ഷം രൂപ വക്കീൽ ഫീസ് കിട്ടുന്നതാണ്. അപ്പൊ അതിന് ഒരു പോലീസുകാരനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അയാൾക്ക് വലിയൊരു എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നത് ഇതെല്ലാം ശരിക്കും സത്യത്തിൽ ഈ പറഞ്ഞ കക്ഷികളെ ചീറ്റ് ചെയ്യാണ്. കാരണം ഇവരിവിടെ വന്നിട്ട് 3% ഫീസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏറ്റവും അടുത്തുണ്ട ഒരു കാര്യമാണ്, എന്റെ സുഹൃത്തിന്റെ മോനാണ് ആ കേസിൽ. അപ്പൊ ഞാനിത് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നില്ല, കാരണം ഞാൻ ഇന്നേ വരെ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു മടിയാണ് പോവാൻ. മരിച്ച വീട്ടിൽ നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു ചെല്ലുമ്പോൾ ഇന്നല്ലേ നാളെ അവർക്ക് തോന്നില്ല ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കമ്മീഷൻ കൈപ്പറ്റാൻ വേണ്ടി വരും.
വല്ല കാലിന്റെ എല്ല് പൊട്ടിയതോ ചെറിയ ഇഞ്ചുറി ഉണ്ടായതൊക്കെ കേസ് കൊടുക്കാതെ നിൽക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കേസ് എനിക്ക് വരാറുള്ളൂ. അല്ലാതെ വലിയ വലിയ കേസൊന്നും എനിക്ക് വരാറില്ല. കാരണം അതിന്റെ ഉള്ളിലത്തെ ഒരു കോംപ്ലക്സ് കാരണം പിന്നെ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടോ സംഭവിക്കുന്നതാണ്. ഇവര് വന്നിട്ട് 3% എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് വാങ്ങിക്കുന്നത്. 3% ശരിക്കും ഇവർ 12%, 13% വാങ്ങിക്കുന്നുണ്ട്. അതെങ്ങനെയാ വെച്ചാല് ഈ കേസ് വിധിയാവുന്ന സമയത്ത് ആ ജഡ്ജ്മെന്റിൽ ഉണ്ടാവും കോസ്റ്റ് ഇത്ര രൂപ, പിന്നെ വക്കീൽ ഫീസ് ഇത്ര രൂപ. ഈ പൈസ ഇവര് കക്ഷിയുടെ ഇരുന്ന് വാങ്ങിക്കും ലാസ്റ്റ്. ഇതിന്റെ പുറമെയാണ് 3% വാങ്ങിക്കുന്നത്. അപ്പൊ ഈ കോസ്റ്റ് ആൻഡ് അഡ്വക്കേറ്റ് ഫീ കൂടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ആവറേജ് ഒരു 7%, 7.5%. സീനിയർ ഫീ 5% ഉണ്ട്. ജൂനിയർ ഫീ എന്ന് പറഞ്ഞിട്ട് 2.5% ഉണ്ട്. പിന്നെ കോസ്റ്റ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 7-7.5% വരുന്നുണ്ട്. അതിന്റെ പുറമെ 3% വേറെയും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈം സ്റ്റേജിൽ ഇവർ പറയുന്നത് 3% മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ കേസ് തട്ടിക്കൊണ്ടുപോകുന്നത്. വാക്കാലുള്ളതല്ലാതെ വേറെ എഗ്രിമെന്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഈ വാക്കാലെ മാത്രമാണ്. അങ്ങനെ ഒരുപാട് ചീറ്റിങ്. കാരണം എനിക്കത് കുറെ അനുഭവങ്ങളുണ്ട്. എന്നിട്ട് ഇതിന്റെ നേരത്തെ എങ്ങാനും വക്കീൽ ഇവരും തമ്മിൽ ഇതിന്റെ ഫൈനൽ ഇപ്പൊ ഒരു എവിഡൻസ് കഴിയുന്ന സ്റ്റേജ് എത്തുന്ന സമയത്ത് ഇവരെന്നെ പറഞ്ഞു കൊടുക്കും, അതിൽ വക്കീൽ ഫീസ് ഇത്ര ഉണ്ട്, കോടതി അനുവദിച്ച ഫീസാണ്, ഞങ്ങൾക്ക് നിങ്ങൾ 3% തരേണ്ടുള്ളൂ, പിന്നെ ആ വക്കീൽ ഫീസ് ഞങ്ങൾ എടുത്തോളാം എന്ന് പറയും. അപ്പോഴാണ് ഈ കക്ഷികൾക്ക് ഇത് മനസ്സിലാവുന്നത്. വക്കീൽ ഫീസ് തന്നെ വരുന്നുണ്ട്, കോടതി അനുവദിച്ച ഫീസ് 7.5% അടുത്ത് ആവറേജ് എത്തുന്നുണ്ടെങ്കിൽ ഈ 3% കൂട്ടിക്കഴിഞ്ഞാൽ 10-ന്റെയും 10.5-യും 11% ആയി കോസ്റ്റ് ഒക്കെ അടക്കം. അപ്പൊ അവർക്ക് മനസ്സിലാവും. അപ്പോഴാണ് എന്റെ അടുത്തൊക്കെ പലരും ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യുക. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നാമതിപ്പോ നമ്മൾ ഈ പണിയെടുക്കുന്ന ആളാണ്. നിങ്ങൾ ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ചതിയുണ്ട്, ഇതിന്റെ പിന്നിൽ എന്തായാലും ചതിക്കുക അവര്. കാരണം ഒന്നുമില്ലാതെ 3% തൃശ്ശൂരുള്ള ആളുകൾ മലപ്പുറം ജില്ലയിൽ വന്ന് പോലീസ് സ്റ്റേഷനിൽ പേപ്പർ എടുത്ത് നമുക്ക് വേണ്ടി കോടതി അടച്ച് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവരെന്നെ ചെയ്യുമ്പോൾ ഒന്നും കാണാതെ അവർ ചെയ്യില്ല. നിങ്ങൾ ഈ 1,500-2,000 രൂപ ഫയലിംഗ് ഫീസ് തരുള്ളൂ. ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് വക്കീൽ ഫീസ് ഇത്ര ശതമാനം എന്ന് പറയും. നമ്മുടെ അടുത്തുള്ള ആളുകളെല്ലാം ഏൽപ്പിക്കേണ്ടത് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്ന് ഒപ്പിടിക്കുന്ന ആളുകൾക്ക് ചില സ്ത്രീകളൊക്കെ അതിനുവേണ്ടി നടക്കുന്നത്. പോലീസുകാർക്കൊക്കെ അവരുടെ ശരീരം പോലും കാഴ്ചവെക്കേണ്ടതെന്ന് സംശയിക്കണം. ആ രീതിയിലുള്ള ആളുകളൊക്കെ അതിന് വേണ്ടി നടക്കുന്നത്. ഞാൻ പിന്നെ പറയലിതാണ്, അല്ല നമുക്ക് അതിൽ ഇടപെട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് പിന്നെ നമ്മളെ വന്നിട്ട് ആക്രമിക്കുക. നമ്മളതിന് മാത്രം സ്വാധീനമൊന്നുമുള്ള ആളുകളൊന്നും അല്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ നടക്കുന്നു. ഈ വിക്ടിംസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഇവർ ആവശ്യപ്പെടുമ്പോൾ ആ തരത്തിൽ പൈസ വേണമെന്ന് കട്ടൻറൈറ്റ് പിടിക്കുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് വേണമെങ്കിൽ ഇതിപ്പോ വാക്കാലേ ഉള്ളതായിരിക്കും. ഇപ്പൊ ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞ 2 കുട്ടികളെ മരിച്ചു എന്ന് പറഞ്ഞില്ലേ, ഞാൻ അവരോട് പറഞ്ഞു 3% ഉറപ്പ് പറഞ്ഞു. കാരണം 3% വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം 3 കൊല്ലം 4 കൊല്ലം കേസ് നടത്തിയാൽ 3% പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം, ഏജന്റിന് കൊടുക്കണം, ഗുമസ്തന് ഇരിക്കണം, വക്കീലിന് എടുക്കണം. അപ്പോൾ അത്രയും പൈസക്ക് അവർക്ക് മുതലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ഉറപ്പാണെന്ന് വെച്ചാൽ ഉണ്ട്, ഞങ്ങളോട് എഗ്രിമെന്റ് പേപ്പറിലെ എഗ്രിമെന്റ് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തേലും എനിക്ക് തോന്നുന്നു സാറേ ഒരു ക്ലോസ് വെക്കുന്നുണ്ടായിരിക്കും. നിയമപ്രകാരം കോടതി അനുവദിച്ച വക്കീൽ ഫീസ് വക്കീലിനുള്ള തന്നെയാണെന്നുള്ള ഒരു ക്ലോസ് എങ്ങാനും വെക്കുന്നുണ്ടായിരിക്കും അവർ തോന്നുന്നു. പിന്നെ ഇവർക്ക് വേണമെങ്കിൽ ഈ കക്ഷികൾക്ക് അത് ചീറ്റിംഗ് ആണ്, ഞങ്ങളോട് മറച്ചു വെച്ചിട്ടാണ് പറഞ്ഞിട്ട് ബാർ കൗൺസിലിനോ അല്ലെങ്കിൽ അതിന്റെ ചുവടെ ബാർ അസോസിയേഷനൊക്കെ കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാം. അതിപ്പോ ഈ വക്കീൽമാരുടെ കൂട്ടായ്മ, ഞാനിപ്പോ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ഞാനതിന് കുറ്റം പറയില്ല. പക്ഷെ ഇങ്ങനെ നെറികെട്ട് ആ ശ്രീനിവാസന്റെ മകൻ സിനിമ എടുത്തായിരുന്നു. ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതൊക്കെ. അന്യ ജില്ലകളിൽ നിന്ന് പോലും മറ്റ് ആക്സിഡന്റ് കൂടുതലുള്ള ജില്ലകളിൽ ഇവർ വരുന്നു ഏജന്റുമാര് അല്ലേ? അതെ. നമ്മുടെ ഈ മലപ്പുറം ജില്ലയുടെ ഈ ഭാഗത്ത് അവര് എടപ്പാള് കുറ്റിപ്പുറം വരെ അവർ വരുന്നുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. എന്റെ ഒരു അറിവ് വെച്ചുകൊടുത്തോളം മലപ്പുറം ജില്ലയില് കോഴിക്കോട് ജില്ലയിലൊക്കെ ഇത്തരത്തിലുള്ള വക്കീൽമാർ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്, ഏജന്റ്മാരെ വെച്ച് പിടിക്കുന്നത്. ഈ തൃശ്ശൂർ എറണാകുളം ഭാഗത്തു നിന്നാണ് സ്ത്രീകള് ഒക്കെ വന്നിട്ട് ഫോണിൽ കൂടെ ഹോസ്പിറ്റലൊക്കെ വന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ 25,000 കൊടുത്തിട്ട് ബില്ല് വാങ്ങിച്ചു പോവുക. ഏതൊക്കെ തലങ്ങളിലാണ് ഇവർക്ക് കമ്മീഷൻ കൊടുക്കണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു MSCT കേസുകളില്? പോലീസ് ഉണ്ട്, ഹോസ്പിറ്റലിലത്തെ PROs ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്ന അവിടുത്തെ മുഖ്യമായിട്ടുള്ള ആളുകള്, പോലീസ് സ്റ്റേഷനിലുള്ള ആളുകള്. നമുക്കൊന്നും പോലീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ വല്ല ഈ ചെറിയ കാലിന്റെ എല്ല് പൊട്ടിയ കേസിലൊക്കെ ചെല്ലുമ്പോ ഒരു സ്ത്രീനെ അവിടെ ഇടയ്ക്ക് കാണാറുണ്ട്. 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അയമ തൃശ്ശൂരത്തെ ഏജന്റാ. അവർക്ക് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് എടുത്തു കൊടുക്കാനൊക്കെ ഉള്ള ഒരു സ്വാധീനമുണ്ട്. അവരെന്നെ ഫയൽ തിരഞ്ഞെടുക്കുക,
നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 തവണ വിളിക്കുമ്പോഴാണ് റൈറ്റർ ഒന്ന് ചെല്ലാൻ പറയാം. എന്നിട്ട് നമ്മൾ പുറത്ത് നിൽക്കണം. എന്നിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട പേപ്പർ കൊണ്ട് തരും. അടുത്ത് നമ്മൾ കൊണ്ടുകൊടുക്കും. നമ്മൾ അതിനുള്ള ഒരു ചെറിയൊരു പൈസ അവർ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുക്കുമ്പോൾ തരുള്ളൂ അവരത്. അല്ലാതെ ശരിക്കും നമ്മൾ കൊടുക്കേണ്ട കൈക്കൂലി തന്നെയാണത്. വലിയ എമൗണ്ട് ഒന്നല്ല, ചെറിയൊരു എമൗണ്ട് ഫോട്ടോസ്റ്റാറ്റിന്റെ പൈസ ചെലവ് വരുള്ളൂ. ഇത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കാം, ആശുപത്രിയിലുണ്ടാവാം. ഈ 2 സ്ഥലത്തായിരിക്കും തോന്നും. ഈ 2 സ്ഥലത്തു നിന്നാണ് അവർക്ക് വിവരം കിട്ടുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടായ. പിന്നെ പത്രത്തിൽ വായിക്കുമ്പോൾ അറിയുന്നുണ്ടായിരിക്കും ആള് മരിച്ച കേസൊക്കെ ഇവരെ തപ്പിപ്പിച്ചെല്ലും, അങ്ങനെ മരണം നടക്കുന്ന സ്ഥലത്ത് തപ്പിച്ചെല്ലും. ഞാൻ അടുത്തുണ്ടായി എന്ന് പറഞ്ഞ ആക്സിഡന്റിൽ മരിച്ച ഒരു ബൈക്കിന്റെ മേലെ 2 പിള്ളേർ പോവാ. ഒരു പയ്യൻ ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്തുള്ളതാ. മരിച്ച 2 പിള്ളേരാണ്. ആ പയ്യന്റെ വീട്ടിൽ പോയിട്ട് അവരെ സ്വാധീനിച്ചിട്ട് അതിനെയും കൂട്ടിയിട്ടാണ് ഈ പയ്യന്റെ വീട്ടിലേക്ക് വന്നത്. മറ്റേ പയ്യന്റെ വീട്ടുകാർക്ക് ഇത്രയും ഇവരെ സ്വാധീനിച്ചിട്ട് വശപ്പെടുത്താൻ ഈ ഒരു പരിചയമില്ലാത്ത ഈ സ്ത്രീയെ കൊണ്ട് സാധിച്ചെങ്കിൽ അവർക്ക് ഒന്നുകിൽ പൈസ ഇട്ടിട്ടോ അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് സ്വാധീനം ഉണ്ട് അവർക്ക്. ഒരു വലിയൊരു മാഫിയ പോലെയാണ് ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇതൊന്നും നാട്ടുകാർക്ക് അറിയില്ല. അതൊന്നും ഞാൻ ഈ മേഖലയിൽ ബന്ധപ്പെട്ടിട്ട് ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരാളായതുകൊണ്ടുള്ള ഒരു ആദലാണ്, ഒരു മനസ്സിലായ ഒരു കാര്യമാണ് പറയുന്നത്. അത്തരത്തില് ഉള്ള സ്വാധീനവും പൈസയും കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അന്നേരം ഇങ്ങനെ ഒരു ആവറേജ് വക്കീലന്മാരും ഗുമസ്തന്മാരും ഒക്കെ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടാവും പ്രതിമാസം? ഞാൻ ഊഹിക്കുകയാണ്, ഈ കോടതി അനുവദിക്കുന്ന വക്കീൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രിയുടെ അടിയിൽ ഏറ്റവും ലാസ്റ്റ് പേജിൽ കാണാം കോസ്റ്റ്, വക്കാലത്ത് ഫീ, റൈറ്റിംഗ് ഫീ. ഈ യങ്സ്റ്റേഴ്സ് ഡെത്ത് കേസിലൊക്കെ എത്ര ആയിരിക്കും അതൊക്കെ വരുന്നത് സാധാരണഗതിയില്? യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ഡെത്ത് കേസിൽ ഈ മരിച്ച ആളുടെ വരുമാനം നോക്കിയിട്ടും പിന്നെ ഇയാളുടെ പ്രൊഫഷൻ, ഇപ്പൊ ഒരു എഞ്ചിനീയർ, ഒരു MBBS പയ്യനാണെച്ചെങ്കിൽ കൂടുതൽ സംഖ്യ കിട്ടും. കാരണം അവന്റെ ഫ്യൂച്ചർ എങ്ങനെ പോലും ഇപ്പൊ ഞാനിപ്പോ എന്റെ ഈ പറഞ്ഞ കേസിൽ ഡിഗ്രി സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിനോ പഠിക്കുന്ന ഒരു 21 വയസ്സായ കുട്ടിയാണ് പോയി മരിച്ചത്. അവനൊക്കെ എങ്ങനെ പോയാലും ഒരു 40 ലക്ഷം 50 ലക്ഷം രൂപയുടെ 40 ലക്ഷം രൂപയുടെ മേലേക്ക് ആയിട്ട് എന്തായാലും കിട്ടും. 40 ലക്ഷം രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയായില്ലേ? 2 കേസ് തന്നെ ഇപ്പൊ ഇത് അവർക്ക് കിട്ടി. അപ്പൊ 80 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപയായി. അങ്ങനത്തെ ഒരു മാസം ഒരു 50 ഫയലിംഗ് ഉണ്ട്. സാറൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിങ്ങനെ നടന്നു പിടിക്കല്ലേ ഇവര്. ഞങ്ങൾക്ക് 6 കൊല്ലം കൂടുമ്പോ 5 കൊല്ലം കൂടുമ്പോ ഒരു ഡെത്ത് കേസ് എവിടുന്നെങ്കിലും കിട്ടിയാൽ കിട്ടി. അവർക്ക് ഒരു ദിവസം കിട്ടുന്ന ഏജന്മാർ അവിടെയും ഇവിടെയും പോലീസ് സ്റ്റേഷനിലും ആശുപത്രിയിലും ഒക്കെ ഇതിന്റെ ആളുകളുണ്ടെങ്കിൽ എത്ര കേസ് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ ലേഡി ഞാൻ അറിഞ്ഞോടത്തോളം 2 നില വീടെടുത്ത് കാറൊക്കെ ആയിട്ടാണ് അയമ്മ ഇത് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നടക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരകളായവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. താഴെ സ്ക്രോൾ ചെയ്യുന്ന 9746114444 എന്ന നമ്പറിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.